Hello friends, welcome to our channel. We actually comment a credit card അല്ലെങ്കിൽ ഒരു FD ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്രെഡിറ്റ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഏത് ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ എടുക്കേണ്ടത്? നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് സിവിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാനാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ഥിരം പറയാറുള്ള ഒരു കാർഡ് തന്നെയാണ് നമ്മുടെ SBM ബാങ്കിന്റെ മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ്. ഇതിന് ആക്ച്വലി SBM ബാങ്കിന്റെ എല്ലാ FD ക്രെഡിറ്റ് കാർഡിനും ഒരു ഇഷ്യൂ എന്താ വെച്ചാൽ നമുക്ക് iOS-ൽ ഇതിന് ആപ്പ് ഇല്ല. അതാണ് മെയിൻ പ്രോബ്ലം. അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡ് ഫോർ FD ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങളുടെ FD എമൗണ്ട് 50,000 രൂപയുടെ മുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇതിലേക്കൊന്നും പോകണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പബ്ലിക് ബാങ്കുകളുടെ FD എല്ലാ ബാങ്കുകൾക്കും FD ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അങ്ങോട്ട് പോയാൽ മതി. എന്ന് വെച്ചാൽ പ്രശ്നം എന്താ വെച്ചാൽ SBI ഇപ്പോൾ എക്സാമ്പിളായിട്ട് SBIയുടെ FD കാർഡ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 70% ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ മാഗ്നറ്റ് FD കാർഡ് ആണെങ്കിൽ നമുക്ക് 90% കിട്ടും. പോരാത്തിന് ലൈഫ് ടൈം ഫ്രീ ആണ്. ഫിസിക്കൽ കാർഡ് കിട്ടും. പിന്നെ നമുക്ക് 1% ക്യാഷ് ബാക്ക് എല്ലാ ഇതിനും കിട്ടുന്നുണ്ട്. അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ SBM ബാങ്കിൻ്റെ തന്നെ ക്രെഡിലിയോടെ കാർഡും ഉണ്ട്. രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ഒക്കെ തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ മാഗ്നറ്റ് കാർഡാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ പണ്ട് ആക്ച്വലി മാഗ്നറ്റ് കാർഡിന് സെപ്പറേറ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അത് നിർത്തിയിട്ട് ഇപ്പോൾ സെറ്റ് ആപ്പിൽ കൂടെയാണ്. അപ്പോൾ നമ്മുടെ റെഫറൽ ലിങ്ക് തന്നെ നമ്മുടെ മാഗ്നറ്റ് കാർഡ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. കാര്യങ്ങൾക്കും ഒരു FD കാർഡ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ണും പൊട്ടിയെടുത്തോ, വലിയ പ്രോബ്ലം ഒന്നുമില്ല. എപ്പോഴും FD കാർഡ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ മിനിമം 6 മാസത്തേക്ക് FD ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൊടാൻ പോകരുത്. അത് ക്ലോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അതും ആ ഒരു കുറേ ഫൈനും സംഭവങ്ങളൊക്കെ പിടിച്ചിട്ട് ബാക്കിയേ തരുള്ളൂ. അതും ലാഗ് കിട്ടും. അതുപോലെ തന്നെ FD ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് കാശ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് FD കാർഡായാലും അത്യാവശ്യം കുറച്ച് ടൈം എടുക്കും. മിനിമം ടൈമൊക്കെ ഒരു 5 to 10 days എടുക്കും. അപ്പോൾ IDFC WOW ആയിക്കോട്ടെ, ഞാൻ ആക്ച്വലി അതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. IDFC WOW ഞാൻ ആക്ച്വലി നമ്മുടെ വീഡിയോ പർപ്പസിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ക്ലോസിംഗ് റിക്വസ്റ്റ് കൊടുത്തിട്ട് എനിക്ക് തിരിച്ച് FD എമൗണ്ട് കിട്ടാൻ ഓൾമോസ്റ്റ് ഒരു 22-25 ദിവസം പിടിച്ചു. അതപ്പോൾ അതും അങ്ങനത്തെ ടൈം ആക്ച്വലി ഈ മാഗ്നറ്റ് കാർഡിന് കൊടുക്കാട്ടോ. അപ്പോൾ എപ്പോഴും FD ഇടുമ്പോൾ അത് കുറച്ച് കാലത്തേക്ക് അത് നിങ്ങൾക്കറിയാം. FD എന്ന് പറയുന്നത് എന്താ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്, ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്കത് 7% ഇൻട്രസ്റ്റ് കിട്ടും. അപ്പം നിങ്ങളൊരു 10,000 രൂപയാണ് FD ഇടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മെച്യൂർ ആകുമ്പോൾ, അതായത് 1 year കഴിയുമ്പോൾ നമുക്കതുമേ ഒരു 7% ഇൻട്രസ്റ്റും കൂടിയിട്ടാണ് തിരിച്ചു കിട്ടുക. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് FD കാർഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ടൈപ്പ് ഓഫ് ഒരു എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഒരു സിവിൽ സ്കോർ ഇംപ്രൂവർ എന്ന് വേണമെങ്കിൽ പറയുന്നത്. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സാധനം എല്ലാ മാസവും റിപ്പോർട്ട് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ മാസവും തന്നെ സിവിൽ സ്കോർ ഇംപ്രൂവ് ചെയ്ത് വരാം. ഇപ്പോൾ ഒരു പേഴ്സണൽ ലോണോ ബാക്കിയുള്ള ലോണുകൾ കഴിഞ്ഞാൽ ആ ലോൺ ക്ലോസ് ആകുമ്പോൾ മാത്രമാണ് അത് റിപ്പോർട്ട് ആകുമ്പോഴും സിവിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യുന്നതൊക്കെ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് സിവിൽ സ്കോർ ഇംപ്രൂവർ പെട്ടെന്ന് സിവിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് FD ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. അതിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ് SBM ബാങ്കിൻ്റെ. എന്ന് വെച്ചാൽ റീസെൻ്റ്ലി ഇപ്പോൾ കുറച്ച് RBIയുടെ റൂളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങളൊരു ബാങ്കിൻ്റെ ഓൾറെഡി ഒരു FD ക്രെഡിറ്റ് കാർഡ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോർമൽ ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. കിട്ടില്ല എന്നല്ല, ചാൻസ് കുറവായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഇഷ്യൂസ് വരാറുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു റൂൾ ഉണ്ട് RBIയുടെ. നോർമലി മിക്ക ബാങ്കുകളും കുറച്ച് കഴിയുമ്പോൾ പ്രത്യേകിച്ച് പ്രൈവറ്റ് ബാങ്കുകളൊക്കെ കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾക്ക് ചാൻസസ് കുറവായിരിക്കും. ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രൊഫൈലാണ്. അപ്പോൾ ഇപ്പോഴും നിങ്ങളൊരു സിവിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ FD കാർഡ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ SBM ബാങ്കിൻ്റെ ഒക്കെ നോക്കിയാൽ മതി. SBM ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൊറീഷ്യസ് എന്ന് പറഞ്ഞൊരു ബാങ്കാണ്, ഫോറിൻ ബാങ്കാണ്. അതിൻ്റെ സബ്സിഡറി ആണ് SBM ബാങ്ക് ഇന്ത്യ എന്ന് പറയുന്നത്. RBIയുടെ അണ്ടറിൽ രജിസ്റ്റേർഡ് ആണ്. നമ്മളിടുന്ന FDക്ക് നമുക്ക് 5 lakh വരെ DIGCയുടെ പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ ഇൻഷുറൻസും സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സേഫാണ് സംഭവം. അത് വിചാരിച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട. RBIയുടെ അണ്ടറിൽ വരുന്ന ബാങ്ക് തന്നെയാണ്. സംഭവം സേഫാണ്. പക്ഷേ FD ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട്, അത് മറക്കരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെറ്റാപ്പിൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ മറക്കണ്ട. ഇപ്പോൾ പെട്ടെന്ന് പ്രത്യേകിച്ച് നല്ലോണം പെട്ടെന്ന് തന്നെ അപ്രൂവ് ആവുന്നുണ്ട്. ഇൻസ്റ്റൻ്റ്ലി വെർച്വൽ കാർഡും സംഭവമൊക്കെ കിട്ടുന്നുണ്ട്. 1 weekൻ്റെ ഉള്ളിൽ ഫിസിക്കൽ കാർഡും കിട്ടുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? നമ്മുടെ 2 ചാനൽസും മാത്രം പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് കൊടുക്കുന്നതാണ്. നമ്മൾ അടുത്ത വീഡിയോ കാണാം. ബൈ.